ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജിജി ജോസഫ് അച്ഛനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സന്തോഷത്തോടുകൂടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ബഹുമാന്യരായ അച്ഛന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മനോഹരമായ ഒരു ക്രിസ്തുമസും പുതിയ വർഷവും മലബാർ മാർത്തോമ മിഷൻ കോംപ്ലക്സിന്റെയും കരുണാലയം വൃദ്ധമന്ദിരത്തിന്റെയും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിന്റെയും ഇൻമേറ്റ്സിന്റെയും പേരിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ആശംസിക്കുകയാണ്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ ഓട്ട മത്സരം നടക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വിസിൽ മുഴങ്ങി. എല്ലാ കുട്ടികളും ഓടുവാനായി തയ്യാറെടുത്ത് റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഓടുവാൻ തുടങ്ങി, ഒന്നാമതെത്തുവാൻ. മുമ്പിലേക്ക് ഒന്നാം സ്ഥാനത്തിനായി കുതിച്ച കുട്ടി പകുതി വഴിക്ക് വെച്ച് അവിടെ മറിഞ്ഞു വീണു. മറിഞ്ഞു വീണപ്പോൾ നമ്മളെ പോലെ ആ മറിഞ്ഞ് വീണവന്റെ മുകളിൽ ചവിട്ടി ഏറ്റവും ഒന്നാമതെത്തുവാനായിട്ടല്ല ആ കുഞ്ഞുങ്ങൾ ശ്രമിച്ചത്. പിന്നെയോ ആ വീണ് കിടന്ന ആ കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവർ എല്ലാവരും കൂടി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ മലബാർ മാർത്തോമ മിഷൻ കോംപ്ലക്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആരും ഒറ്റയ്ക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അല്ല. താഴെ വീണ് കിടക്കുന്ന, വേദന അനുഭവിക്കുന്ന, സങ്കടത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകളെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മധുരിമയിലേക്ക് നയിക്കുന്ന മനോഹരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വിദ്വേഷമില്ല, വേർതിരിവുകളില്ല, പാർഷ്യാലിറ്റി ഇല്ല. ഇവിടെ ഒറ്റ മതം മാത്രമേ ഈ സ്ഥാപനത്തിലുള്ളൂ. അത് സ്നേഹത്തിന്റെ മതമാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ രചിക്കപ്പെടുന്ന ഓരോ അനുഭവങ്ങളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഇന്ന് ഈ സൈലന്റ് നൈറ്റ് 2013 എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബത്തിന്റെ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ പലവിധ അനുഭവങ്ങളെ കുറിച്ച് മാനസിക സംഘർഷങ്ങളിലാണ് വന്നിരുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തന്നെയുള്ള ആകുലതകളിലാണ് ഇവിടെ വന്നിരുന്നതെന്ന് അറിയാം. എന്നാൽ ഇവിടെ തുടങ്ങി ഇപ്പോൾ അവസാനിപ്പിച്ച പ്രോഗ്രാം വരെ നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആകുലതകളും നിങ്ങളുടെ മനസ്സിലെ ടെൻഷനും ഒക്കെ മാറി ഇതിനകത്ത് ലയിച്ചിരിക്കുകയായിരുന്നു എന്ന് ഇവിടെയുള്ള നിശബ്ദതയും നിങ്ങളുടെ ഭാവഭേദങ്ങളും കാണുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇത് സാധ്യമാക്കി തീർക്കുന്നത് ഇവിടെയുള്ള ആരുടെയും മിടുക്കല്ല, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ പരിപാടികളും ഈ കുഞ്ഞുങ്ങളുടെ ഒളിഞ്ഞുകിടക്കുന്ന കലാവാസനകളായിരുന്നു. അതിനെയൊക്കെ ഉദ്ദീപിപ്പിച്ച് ശക്തിപ്പെടുത്തി നിങ്ങൾക്ക് മുമ്പിലേക്ക്, നിങ്ങൾക്ക് ആശ്വാസം, സാന്ത്വനം, സന്തോഷം നൽകുന്ന അനുഭവത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചേതോവികാരം, അതിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുവാനായിട്ടില്ല. സ്നേഹത്തിന്റെ വലിയ ചാലക ശക്തികളായി, സ്നേഹത്തിന്റെ വലിയ കിരണങ്ങളായി, സ്നേഹത്തിന്റെ വലിയ ഉൾത്തൊടിപ്പുകൾ ഈ പ്രദേശങ്ങൾക്ക് നൽകുവാൻ ഈ സ്ഥാപനത്തിലൂടെയും ഇവിടെ വന്നിട്ട് തിരികെ പോകുന്ന നിങ്ങൾ ഓരോരുത്തരിലൂടെയും നടപ്പാകുവാൻ സാധ്യമായി തീരണമെന്ന് ഈ ക്രിസ്മസ് കാലയളവിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. അതിനകത്തെല്ലാം മറ്റ് ഇടവുകളും മറ്റാളുകളും ഒക്കെയാണ് നടത്തിയത്. എന്നാൽ ഈ വർഷം അതിനൊരു ബ്രേക്ക് ഇട്ട് ഒരു പുതിയ തലത്തിലേക്ക് ഈ പ്രവർത്തനം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചത്. അതുകൊണ്ട് തന്നെ സായം സന്ധ്യയിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നൽകിയിരിക്കുന്ന പേര് തന്നെ സൈലന്റ് നൈറ്റ് 2013 എന്നാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളിലെ പാടുന്ന ആളുകളെ ക്രമപ്പെടുത്തി ഒരു നല്ല ഗായക സംഘം ഈ വർഷം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ പരിമിതികളുണ്ട്. നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കൂടാതെ ഇവിടെ വിവിധ ഇനങ്ങളിൽ സമ്മാനാർഹരായവരെ അഭിനന്ദിക്കുന്നുണ്ട്. മറ്റിടങ്ങളിലൊന്നും ഇവർക്ക് ഈ താലന്തുകളൊന്നും പ്രകടിപ്പിക്കുവാനായിട്ട് അവസരങ്ങളില്ല. അതുകൊണ്ട് ഈ വേദിയിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞ് ഈ വർഷത്തെ ക്രിസ്മസിന്റെ മധുരവും നുണഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകാവൂ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്.
അതുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം പകരുന്ന നല്ല അനുഭവമായി ഈ ക്രിസ്മസ് കാലയളവ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം ഏറെ സന്തോഷം നൽകുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങളുടെ സാന്നിധ്യം വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ഈ സ്ഥാപനവും ഇത് ഞങ്ങളുടെ സഭയും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനവും അഭിമാനവുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ സ്നേഹം, ബഹുമാനം നിങ്ങളെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വിവിധ കാര്യങ്ങൾക്കുമായി സമീപിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ ലഭിക്കുന്ന കരുതൽ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു, കൂടുതൽ എനർജി സൃഷ്ടിക്കുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട്. ഏവർക്കും മനോഹരമായ ഒരു സന്ധ്യ ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും.